ഏഷ്യാനെറ്റ് നടത്തുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി, ആ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഘാടകർ അവരെന്താണോ ഉന്നം വെച്ചത്, അവരെന്താണോ ലക്ഷ്യം വെച്ചത്, അവരുടെ അജണ്ട എന്തായിരുന്നോ അത് കൃത്യമായി അവർ നടപ്പിലാക്കുന്നൊരു കാഴ്ചയാണ് നാം എല്ലാവരും കാണുന്നത്. ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിൾസിനെ ഇത്തരം ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ലെസ്ബിയൻ എന്ന് പറയുന്ന ആശയത്തെ നോർമലൈസ് ചെയ്യിക്കാനുള്ള ആ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയുടെ ആ ഗൂഢശ്രമം അവരത് നടപ്പിലാക്കിയെന്ന് തന്നെ പറയാം. നോക്കൂ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി. ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിലെ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിൾസിനെ കുറിച്ച് മുസ്ലിമായ പെൺകുട്ടികൾ പറയുന്ന ചില കാര്യങ്ങളായിരുന്നു അത്. വളരെയധികം ആശ്ചര്യജനകമായ ഒരു വീഡിയോ ആയിരുന്നു അത്. ലെസ്ബിയൻ കപ്പിൾസിനെ അവർ നോർമലായി കണ്ടാൽ മതി, അതൊന്നും കണ്ടുകൊണ്ട് ഇവിടെ ആരുമൊന്നും പ്രചോദനമായി മാറാൻ പോകുന്നില്ല എന്നുള്ള തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ആ മുസ്ലിമായ വിദ്യാർത്ഥികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ ഞാനൊന്ന് കാണിക്കാം. ശരിക്കും ആദില നൂറ അവിടെ LGBTQ റെപ്രസെന്റ് ചെയ്ത രണ്ട് വന്ന വ്യക്തികളാണ്. അവരവിടെ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അപ്പൊ അവരവിടെ LGBTQ കമ്മ്യൂണിറ്റി ഉള്ളവർ എന്ന് പറഞ്ഞിട്ട് കണ്ട അവരൊരു നോർമൽ കപ്പിൾസ് ആയിട്ട് അവിടെ കണ്ടാൽ മതി. പലരും ഈ LGBTQ ഉള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പേഴ്സണലി ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ LGBTQ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അവരെ മാറ്റി നിർത്തുന്നുണ്ട്. ഇപ്പോൾ അത് തന്നെ പറയണമെന്നില്ല, ഇപ്പോൾ ആ സീസണിൽ ഉള്ളവർ തന്നെ ബിഗ് ബോസിലാണെങ്കിൽ ആദില നൂറിനെ അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട്. ഇപ്പോൾ ലക്ഷ്മി ആണല്ലോ അങ്ങനെ ഒരു ഇത് അവർക്ക് ഇപ്പോഴും അങ്ങനെ നോർമലൈസ് ചെയ്യപ്പെടാൻ പാടില്ലാത്തൊരു കാര്യമാണോ അത്? ഒരിക്കലും അല്ല. കാരണം അതിൽ പറയുന്നുണ്ട് ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, ഇവര് ഇൻസ്പയർ ആവാണ് ബാക്കിയുള്ള കണ്ടു കഴിഞ്ഞാൽ ഒരാള് ലെസ്ബിയൻ അല്ലെങ്കിൽ ക്വീർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ പറ്റും? അങ്ങനെ ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് നമുക്ക് അട്രാക്ഷൻ തോന്നുന്നില്ല, സെയിം സെക്സിനോടാണ് അട്രാക്ഷൻ തോന്നുന്നുള്ള ഹോർമോൺസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ലെസ്ബിയൻസ് ആവാൻ പറ്റൂ. അല്ലാത്ത ആൾക്കാർ ഇത് കണ്ട് ഇൻസ്പയർ ആയിട്ട് ഒരു സിനിമയിലൊക്കെ വയലൻസ് കണ്ടിട്ട് കുട്ടികൾ വയലൻസിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് പോലെ ക്വീർ കമ്മ്യൂണിറ്റിനെ കണ്ടിട്ട് മറ്റുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യർ ആ കമ്മ്യൂണിറ്റിയിലേക്ക് പോകും എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം ഈ ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. മുഖത്തിലൊരു പെൺകുട്ടി കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാൻ LGBTQവിനെ കൃത്യമായി സപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം മറ്റൊരു മുസ്ലിം പെൺകുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്, അവരെ നോർമലൈസ് ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നതിനോട് ഞാൻ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി സംസാരിച്ചു വെക്കുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ആ ഒരു ചാനൽ നടത്തുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിലൂടെ ആ സംഘാടകർ എന്താണോ ഉദ്ദേശിച്ചത്, എന്താണോ ഉന്നം വെച്ചത്, അത് കൃത്യമായി അത് നടപ്പിലാകുന്നുവെന്നുള്ളതാണ്. നോക്കൂ, ഞാൻ ഈ ആലോചിക്കുന്നത് ഈ സംസാരിക്കുന്ന ഈ മുസ്ലിം പെൺകുട്ടികളുടെ അവരുടെ മാതാപിതാക്കളെക്കുറിച്ചാണ്. നിങ്ങൾ ജാഗ്രതയോടെ ഇരുന്നാൽ, നിങ്ങൾ സൂക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ നാളെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. നിങ്ങളുടെ മക്കൾ കോൺഫിഡൻസോടുകൂടി ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിൽ വലിയ വിശ്വാസം ഉണ്ടായേക്കാം. അവർ അങ്ങനെയൊന്നും പോകില്ല, അവർ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള വിശ്വാസം. ഒരുപക്ഷെ നാളെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിത അവസാനം വരെ അനുഭവിക്കാൻ പോകുന്നത് ദുഃഖം നിറഞ്ഞ ജീവിതമായിരിക്കും. നിങ്ങളുടെ മകളിലൂടെ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച നിങ്ങളുടെ സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം തകർന്ന് തരിപ്പണമായി മാറും. അന്ന് ആ സമയത്ത് ദുഃഖിച്ചിട്ടോ വിഷമിച്ചിട്ടോ പ്രയാസപ്പെട്ടിട്ടോ പൊട്ടിക്കരഞ്ഞിട്ടോ യാതൊരുവിധ ഫലവുമില്ല. നോക്കൂ, നാം എല്ലാവരും വളരെയധികം ലളിതമായി ചിന്തിച്ചാൽ മതി. ഈ ലെസ്ബിയൻ കപ്പിൾസായി മാറിയവരും അവരെ പിന്തുണയ്ക്കുന്നവരും അവർക്ക് വേണ്ട സപ്പോർട്ടുകളും പിന്തുണ നൽകുന്നവരും എല്ലാവരും ഉണ്ടായത് ഒരു ആണും പെണ്ണും തമ്മിലുള്ള പരസ്പര ലൈംഗിക ബന്ധത്തിലൂടെയാണ്. അല്ലാതെ ലെസ്ബിയൻ കപ്പിൾസിന്റെ പരസ്പര വിവാഹബന്ധ ജീവിതത്തിലൂടെ ഒരു കുഞ്ഞ് ഈ ഭൂമി ലോകത്ത് പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഇല്ലാത്ത ആളുകളാണ് ഇപ്പോഴും ഇത്തരം ലെസ്ബിയൻ എന്ന് പറയുന്ന ആശയത്തെ പിന്തുണച്ചുകൊണ്ട് സപ്പോർട്ടുമായി മുന്നോട്ട് വരുന്നത്. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വാർത്ത കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ലെസ്ബിയൻ പങ്കാളിക്ക് വേണ്ടി 5 മാസം പ്രായമുള്ള മകനെ കൊലപ്പെടുത്തുകയാണ് യുവതി. ആ രണ്ടുപേരെയും പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ആ പിഞ്ചു കുഞ്ഞ് വെറും 5 മാസം മാത്രമാണ് പ്രായം. ആ പിഞ്ചു കുഞ്ഞിനെ ലെസ്ബിയൻ കപ്പിൾസിന് തന്റെ പങ്കാളിയായി കിട്ടുവാൻ വേണ്ടി അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. എന്തൊരു ക്രൂരതയാണത്! അത്തരത്തിൽ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിപത്തായി മാറുകയാണ്. വലിയൊരു അപകടം വിളിച്ചു വരുത്തുകയാണ് ഇത്തരം ലെസ്ബിയൻ എന്ന് പറയുന്ന ആശയം. നമുക്ക് മാസങ്ങളോളം നൊന്ത് പ്രസവിച്ച തന്റെ സ്വന്തം പിഞ്ചു കുഞ്ഞിനെയാണ് ആ സ്ത്രീ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ലെസ്ബിയൻ എന്ന് പറയുന്ന ഒരു ആശയത്തിന് മുന്നിൽ തന്റെ പങ്കാളിയെ കിട്ടുവാൻ വേണ്ടി ആ കുഞ്ഞിനെ പോലും അത് ക്രൂരമായി കൊലപ്പെടുത്തുന്നു. നോക്കിതിനെ ന്യായീകരണമായി പല ആളുകളും പറഞ്ഞു വെക്കുന്നൊരു കാര്യമാണ്, ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിലെ ആ ഒരു ലെസ്ബിയൻ കപ്പിൾസിനെ കണ്ടുകൊണ്ട് അവർക്ക് ആർക്കും അതൊരു പ്രചോദനമായി മാറില്ല, അങ്ങനെയാകില്ല എന്നുള്ള തരത്തിലുള്ള കുറേ ന്യായീകരണങ്ങൾ. നമുക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തത്. അതിലൊരു സഹോദരി വളരെയധികം സങ്കടത്തോടുകൂടി വിഷമത്തോടുകൂടി പ്രയാസപ്പെട്ടുകൊണ്ട്
തൻ്റെ കുട്ടിയെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. വെറും 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. എത്രയാണ്? വെറും 8 വയസ്സ് മാത്രം പ്രായം. ആ പെൺകുട്ടി തൻ്റെ അമ്മയോട് പറയുകയാണ്, ഞാൻ വലുതാകുമ്പോൾ ആദിലയും നൂറയും പോലെ കല്യാണം കഴിക്കുമെന്ന്. എവിടെയാണ് ഈ പറയുന്നവർ? എവിടെയാണ് ഈ ന്യായീകരിക്കുന്നവർ? ആ ഒരു പരിപാടി ആരിലും പ്രചോദനമായി മാറില്ല, അത് കണ്ട് ആരും വഴികേടിലാകില്ല എന്ന് ന്യായീകരിക്കുന്നവരൊക്കെ ആ ഒരു സഹോദരിയോട് എന്തു മറുപടിയാണ് പറയാനുള്ളത്? ഇവിടെ ആ ഒരു ചോദ്യം ചോദിച്ചതൊരു കുട്ടിയാണ്, വെറും 8 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടി. ആ കുട്ടിയുടെ ചോദ്യം കേട്ട് അമ്മ പകച്ചു പോവുകയാണ്. എന്തു മറുപടി പറയണമെന്ന് പോലും അറിയില്ല. നോക്കിയുടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു പെൺകുട്ടി, ഈ ഒരു ചോദ്യം ചോദിച്ച ഈ ഒരു കുട്ടി ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി കാണാറേയില്ല. മൊബൈലാണെങ്കിൽ അമ്മ അരമണിക്കൂറിൽ അധികവും കൊടുക്കാറുമില്ല. പക്ഷേ ഷോർട്സിലൂടെയാണ് ആ ഒരു കുട്ടി ഈ ഒരു പരിപാടി കാണുകയും അതിലൂടെ അത്തരത്തിലൊരു ചിന്താഗതിയിലേക്ക് ആ കുട്ടി പോയി എന്നുള്ളതാണ്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സഹോദരി കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം ഉണ്ടായ മറ്റൊരു സംഭവമായിരുന്നു, ഒരു കുട്ടി ഇതുപോലെ തൻ്റെ അമ്മയോട് ചോദിക്കുകയാണ് ഈ പരിപാടി കണ്ടിട്ട്, അമ്മ ഈ ആദില നൂറ എന്ന് പറയുന്നവർ സഹോദരിമാരാണോ എന്ന്. നോക്കുക, അമ്മയ്ക്ക് എന്തു മറുപടിയാണ് കൊടുക്കാൻ കഴിയുക? അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്ന, ലെസ്ബിയൻ എന്ന് പറയുന്ന ആശയത്തിൽ ജീവിക്കുന്ന 2 സ്ത്രീകളാണ്, അല്ലെങ്കിൽ 2 പെൺകുട്ടികളാണ് എന്നാണോ പറഞ്ഞു വെക്കേണ്ടത്? ആ അമ്മ ആ കൊച്ചുകുട്ടിയുടെ മനസ്സിലേക്ക് അത്തരം ഒരു ആശയത്തെക്കുറിച്ച് പറഞ്ഞ് അത് കുത്തി നിറയ്ക്കുകയാണോ വേണ്ടത്? നോക്കി, ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നവരെല്ലാം കുട്ടികളാണ്, വലിയ ആളുകളല്ല. കൊച്ചുകുട്ടികളിൽ പോലും അത്തരം ചിന്താഗതിയിൽ ഉണ്ടാകുന്നുവെങ്കിൽ പിന്നെ വലിയ ആളുകളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. നോക്കി, എന്ത് സന്ദേശമാണ് ഇത്തരം പരിപാടികൾ ഈ ലോകത്തിന്, ഈ സമൂഹത്തിന് നൽകുന്നത്? മനുഷ്യന്മാർക്ക് ഒരു ഉപകാരവുമില്ലാത്ത, ഒരു ഗുണവുമില്ലാത്ത, മനുഷ്യനെ വഴിതെറ്റിക്കുന്ന, മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന ഒരുപാട് സന്ദേശങ്ങൾ ഇത്തരം പരിപാടികളിലൂടെ കാണുവാൻ സാധിക്കും. നമുക്ക് കുറേ ആളുകൾ അടച്ചിട്ട മുറിയിലിരുന്നു കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നു, തെറി വിളിക്കുന്നു, പരസ്പരം തമ്മിൽ തല്ലുന്നു. ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന സ്ഥിരം പരിപാടികൾ. ഒന്നാമതെത്താൻ, വിജയിയായി മാറാൻ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെക്കുന്നു, പകയോടുകൂടി സംസാരിക്കുന്നു, പരസ്പരം കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു, ചീത്ത വിളിക്കുകയും അതോടൊപ്പം വിജയിക്കാൻ വേണ്ടി പലതരം നുണകൾ പറഞ്ഞ് അവിടെ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഒരു ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ പേര് നടക്കുന്ന പേക്കൂത്തുകളെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വെച്ചത്. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. എന്നിരുന്നാലും കുറേ ആളുകൾ ഇങ്ങനെ ന്യായീകരിക്കാറുണ്ട്, ഇത്തരം പരിപാടികൾ കണ്ടുകൊണ്ടൊന്നും ആരും അങ്ങനെ ചീത്തയാകാൻ പോകുന്നില്ല എന്നുള്ള സ്ഥിരമായ ന്യായീകരണങ്ങൾ. നോക്കൂ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി കണ്ടുകൊണ്ട് അതിലേക്ക് ആളുകൾ തെറ്റിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് 2 കുട്ടികൾ അമ്മയോട് അത്തരമൊരു ചോദ്യം ചോദിക്കുക? ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി തുടങ്ങിയ സമയം മുതൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴായി ഞാൻ 1-2 തവണയായി വീഡിയോകൾ ചെയ്തുകൊണ്ട് അത് സമൂഹത്തിലുണ്ടാക്കുന്ന ആപത്തുകളെക്കുറിച്ചും അത് നൽകുന്ന തെറ്റായ സന്ദേശങ്ങളെക്കുറിച്ചും പലപ്പോഴായി പറഞ്ഞു വെച്ചു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഇതര മതസ്ഥരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പോലും ഞാൻ പറഞ്ഞു വെച്ച കാര്യങ്ങളോട് യോജിക്കുകയും അവരും അത്തരം ഒരു പരിപാടി കാണുകയില്ല എന്ന് പോലും പറഞ്ഞു വയ്ക്കുന്ന മനോഹരമായ കാഴ്ചയാണ്, അത്തരം കമൻറ്റുകളാണ് എനിക്ക് കാണാൻ സാധിച്ചത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇത്തരം പരിപാടികളെ ബഹിഷ്കരിക്കേണ്ടതുണ്ട്. സമൂഹത്തിനെ വഴികേടിലാക്കുന്ന, സമൂഹത്തിനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഇത്തരം പരിപാടികൾ നമ്മളെല്ലാവരും കൂട്ടമായി ചേർന്നുകൊണ്ട് ബഹിഷ്കരിക്കേണ്ടത് തന്നെയാണ്. ഇല്ലെങ്കിൽ ഒരുപാട് അമ്മമാരുടെ, ഒരുപാട് ഉമ്മമാരുടെ കണ്ണീരുകൾ നാം എല്ലാവരും കാണേണ്ടി വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, മാതാപിതാക്കളെ വേദനിപ്പിച്ച് ഇന്ന് ലോകത്ത് ഏതൊക്കെ മക്കൾ അവർ തോന്നിവാസത്തോടുകൂടി ജീവിച്ചിട്ടുണ്ടോ, അവരാരും സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ജീവിച്ചിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്.